Good morning. Okay, നമ്മൾ ഇതിനകത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെവൻത് വൺ. റൈറ്റ് ദ ഹോൾ നമ്പേഴ്സ് ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് 11/8, 14/8, 17/8. They ask their format arithmetic sequence എന്ന്. ഇതൊരു സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. എത്രയൊക്കെയാണ്? 11/8, 14/8, 17/8 ഇങ്ങനെ പോകും. ഇതിനകത്ത് എവിടെയെങ്കിലും ഹോൾ നമ്പേഴ്സ് വരുമോന്ന്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സീറോയും 1ഉം 2ഉം എല്ലാം സീറോയിൽ ഉൾപ്പെടും. നമ്മുടെ നാച്ചുറൽ നമ്പറിന് അവിടെ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3. ഇവിടെ സീറോയിൽ ഉൾപ്പെടുന്നതാണ് ഹോൾ നമ്പർ. അപ്പൊ ഇതിങ്ങനെ എഴുതി പോയാൽ എവിടെയെങ്കിലും ഈ നാച്ചുറൽ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സ് വരുമോ എന്നാണ് ഇത് ചോദിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കും. അതിനുവേണ്ടി നമുക്ക് കോമൺ ഡിഫറൻസ് വേണം. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്തു. എപ്പോഴും സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യണമെന്നില്ല. തേർഡിൽ നിന്ന് സെക്കൻഡ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ എളുപ്പമല്ലേ ചെയ്യാൻ? ഫ്രാക്ഷൻ ആണ്, എളുപ്പമാണ്. കാരണം ഡിനോമിനേറ്റർ സെയിം. അപ്പൊ ഡിനോമിനേറ്റർ അതുപോലെ എഴുതി ഇവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു. 14 11 പോകെ എത്രയാണ് മക്കളെ? 3/8 കിട്ടി. കോമൺ ഡിഫറൻസ് 3/8 കിട്ടി. നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർമുല dn + f - d. ഞാൻ വാല്യൂസ് കൊടുക്കുവാണ്. d എത്രയാണ്? 3/8 10 പ്ലസ് ഫസ്റ്റ് ടേം എത്രയാണ്? 11/8. അതിനകത്തുനിന്ന് കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3/8 ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇസ് ഈക്വൽ ടു 3/8 10 അതുപോലെ കിടക്കട്ടെ പ്ലസ് സബ്ട്രാക്ഷൻ. ഡിനോമിനേറ്റർ സെയിം ആണ്, ചുമ്മാ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഡിനോമിനേറ്റർ അതുപോലെ എഴുതി, ന്യൂമറേറ്റർ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. എത്ര വന്നു? 7 10 8 8 3 11. 8/8 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം 1 എന്നല്ലേ. ഇതിനെ ഒന്ന് മാറ്റി എഴുതി. 3/8 10 പ്ലസ് 1 ആണോ? അപ്പൊ നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്നാണ്? റബ് ചെയ്തേക്കട്ടെ. ഓക്കെ, നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്നാണ്? xn is equal to 3/8n plus 1 എന്ന് കിട്ടി. ഓക്കെ, ഇവര് ചോദിച്ചിരിക്കുവാണ് ഇതിനകത്ത് എവിടെയെങ്കിലും ഹോൾ നമ്പേഴ്സ് വരുമോന്ന്. ഹോൾ നമ്പേഴ്സ് വരുവാണെങ്കിൽ നമുക്ക് ഈ ഫ്രാക്ഷൻ അങ്ങ് മാറ്റണം. ഈ 8 അടി കിടക്കുന്നത്. ഇപ്പൊ 8 മാത്രമേ ഉള്ളൂ ഡിനോമിനേറ്ററായിട്ട് കിടക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഈ 8 അങ്ങ് മാറ്റണം. 8 മാറ്റണമെങ്കിൽ 8നെ ഇവിടുന്ന് വെട്ടിക്കളയണമെങ്കിൽ 8ന്റെ മൾട്ടിപ്പിൾ എവിടെ വരണം? മേളിൽ വന്നാൽ മാത്രമേ നമുക്ക് 8നെ വെട്ടിക്കളയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെട്ടിക്കളയാൻ പറ്റുമോ? അപ്പൊ 8ന്റെ മൾട്ടിപ്പിൾ എത്രയാ? 8 × 1 8. അപ്പൊ നമുക്ക് എന്നിന്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുത്താൽ മതി? ഞാൻ കാണിച്ചു തരാം. 8 ഇട്ട് കൊടുക്കാം. 8ന്റെ മൾട്ടിപ്പിൾസ് എന്നിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പം 3/8 ഇൻറ്റു എന്നിപ്പോ എത്രയായി? 8 പ്ലസ് 1. കണ്ടോ, മേളിലും താഴെ 8 ഉണ്ട്, വെട്ടിപ്പോയി. ഇസ് ഈക്വൽ ടു 3. മേളിൽ പിന്നെ 3 അല്ലേ ഉള്ളൂ. 3 + 1 കണ്ടോ, നമുക്ക് ഹോൾ നമ്പർ കിട്ടിയേ. ഇനി അടുത്ത ഏതിട്ട് കൊടുക്കണമായിരിക്കണം? അപ്പൊ അടുത്ത വെട്ടിക്കളയണമെങ്കിൽ 8 × 2 ചെയ്യണം. 8 × 2 എത്രയാണ്? 16. അപ്പൊ എത്രാമത് ചെയ്യണം? 16. അപ്പം 3/8 ഇൻറ്റു എന്നിന്റെ സ്ഥാനത്ത് 16 പ്ലസ് 1. ഈ ഇക്വേഷൻ അത് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. വെട്ടിപ്പോയി, ഇവിടെ 1 വന്നു. 3 6 പ്ലസ് 1 7. ഇനി അടുത്തത് വരണമെങ്കിൽ ഏത് കണ്ടുപിടിക്കണം? 8 × 3. 8ന്റെ മൾട്ടിപ്പിൾ എത്രയാ? 24. എന്നാ വരും? 3/8 ഇൻറ്റു ഇവിടെ 24 എഴുതും പ്ലസ് 1 3 9 പ്ലസ് 1 10. കണ്ടോ, ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 7 10. ഏതൊക്കെയായിരിക്കും ഇതിനകത്ത് വരുന്നത്? അപ്പൊ നമുക്ക് എഴുതാം ഹോൾ നമ്പേഴ്സ് ഇൻ ദിസ് സീക്വൻസ്. ഹോൾ നമ്പേഴ്സ് വരും. അടുപ്പിച്ചടുപ്പിച്ചാണ് ഇവർ വരുന്നത്, അല്ലല്ലോ. 8ാമത്തെ പൊസിഷനിൽ ഒരു ഹോൾ നമ്പർ, അതായത് എഴുതി അന്ന് തന്നെയായിരുന്നു നമ്മുടെ സീക്വൻസ്. എന്നായിരുന്നു നമ്മുടെ സീക്വൻസ്? 11/8 14/8 17/8 ഇങ്ങനെ പോകല്ലോ. ഫസ്റ്റ് ടൈം ഇതാ, സെക്കൻഡ് ടൈം ഇതാ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് പോകണമെങ്കിൽ 8ാമത്തെ ടേമിൽ നമുക്ക് ഹോൾ നമ്പർ 4 കിട്ടും. പിന്നെ 16th ടേമിൽ നമുക്ക് 7 കിട്ടും. 24th ടേമിൽ 10 കിട്ടും. അപ്പൊ ഹോൾ നമ്പേഴ്സ് ഇൻ ദി സീക്വൻസ് ഏതൊക്കെയാണ്? 4 7 10 ഇങ്ങനെ പോകും. ഇനി ചെയ്താൽ കിട്ടും കേട്ടോ. 8ന്റെ മൾട്ടിപ്പിൾസ് അടുത്ത 8 × 4 32 ഇട്ട് കൊടുത്താൽ കിട്ടും. അങ്ങനെ പോകും. അവരൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ഇതൊരു സീക്വൻസിലാണോ? 4 7 10 സീക്വൻസിലാണോ? അതെ, അത് കിട്ടിയിരിക്കുന്ന ഹോൾ നമ്പേഴ്സ് ഒരു സീക്വൻസ് ആയിട്ടാണോ? യെസ്. കാരണം എന്താണ്? യെസ്, ദേ ഹാവ് എ ഡെഫിനിറ്റ് കോമൺ ഡിഫറൻസ്. എത്രയാ? 4 3 7 7 3 10. അപ്പൊ എന്നെ എഴുതുന്നുണ്ട്. യെസ്, ബിക്കോസ് their common difference is 3. എഴുതി വെക്കാം.
സിമ്പിൾ അല്ലേ? ഇതിനകത്ത് ഹോൾ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. എപ്പോഴും ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഡിനോമിനേറ്റർ ഉണ്ടോ എന്ന് നോക്കണം. ഡിനോമിനേറ്റർ, ആ ഡിനോമിനേറ്ററിന്റെ മൾട്ടിപ്പിൾസ് അങ്ങ് മേളിൽ എഴുതി എന്നിന്റെ സ്ഥാനത്ത് ഡിനോമിനേറ്ററിന്റെ മൾട്ടിപ്പിൾസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വെട്ടി ഇതുപോലെ നമുക്ക് പൂർണ്ണസംഖ്യകൾ കിട്ടും. മനസ്സിലായോ ഈ മക്കളെ? ഇത് ഇച്ചിരി എളുപ്പമല്ലേ? നിങ്ങൾ കണ്ടിട്ട് തന്നെ ഒന്ന് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ 2-3 ചെയ്ത് വന്നതുകൊണ്ട് ആ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും മക്കളെ. ഓക്കെ, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിനോടൊക്കെ പറയും ഇതുപോലെ ചാനൽ ഉണ്ടെന്ന്. മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആക്കി ഞാൻ തരാം. ഓക്കെ മക്കളെ, താങ്ക് യു.